ഹായ് ഓൾ, നിഹാ പ്രോഗ്രസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നീറ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഒരു ഡിസൈൻ അതിന്മേൽ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ നമ്മളോട് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഏതാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ, നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് വരുന്നത്. അപ്പോൾ ഞാനിതിൽ ഓരോ മോൾഡുകളും ഇങ്ങനെ നോക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ മോൾഡ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മോൾഡും കാര്യങ്ങളും ബട്ടർഫ്ലൈ പല സൈസിൽ, അതായത് മീഡിയം, പിന്നെ അതുപോലെ തന്നെ വലിയ സൈസ്, ചെറിയ സൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സൈസുകൾ ഇതിലുള്ളത്. പിന്നെ ഒരുപാട് വേസ്റ്റ് ക്ലോത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ലോത്ത് നമ്മൾ വേസ്റ്റാക്കി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടൊക്കെ ഫ്ലവർ ഓൾറെഡി ഇതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നമ്മൾ ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ, ചില്ലിൻ്റെ പ്ലേറ്റിൽ നമ്മുടെ സോൾഡറിങ് അയൺ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് നല്ല രീതിക്കൊന്ന് ഹീറ്റായിട്ട് കിട്ടണം. സോൾഡറിങ് അയൺ പല രീതിയിൽ ഉള്ളതുണ്ട്. നമുക്ക് ഈയൊരു പിന്നെ നമ്മുടെ സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മുടെ ഫീൽഡിലുള്ള ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നേരിയ തോതിലുള്ള നിബുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ മോൾഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിൽ ഈ ഒരു മോൾഡ് വെച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് ആവശ്യമുള്ള മോൾഡ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സാറ്റിനാണ്. അപ്പോൾ ആ സാറ്റിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോൾഡറിങ് അയൺ നല്ല രീതിക്ക് ഹീറ്റായിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ നമ്മൾ മോൾഡ് വെച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മുടെ സോൾഡറിങ് അയണിലേക്ക് നമുക്ക് കിടക്കാം. സോൾഡറിങ് അയൺ നമ്മൾ നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ മോൾഡ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മോൾഡിൻ്റെ അരികത്തിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഫുൾ റൗണ്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ സോൾഡറിങ് അയൺ ഭയങ്കര ഹീറ്റാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ സോൾഡറിങ് അയൺ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മുകളിലൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ കുറച്ച് മുകളിലേക്കുള്ള ടേബിളിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ സോൾഡറിങ് അയൺ നമ്മൾ ചെരിച്ച് പിടിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കരുത്, അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് തള്ള വിരൽ കൊണ്ട് ഞാൻ ജസ്റ്റ് ഫാബ്രിക് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാ കണ്ടോ, ഈ ഒരു ഭാഗത്തെ വിരലും ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫാബ്രിക്കിന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റോട് കൂടിയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ, നമ്മളെ ആ ഒരു ഫ്ലവറിൻ്റെ സൈഡുകളൊക്കെ ഇങ്ങനെ ഉരുകിയതുപോലെ, അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നൂലൊക്കെ ഇങ്ങനെ പിന്നെ തൂങ്ങി കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ആവും. ഒരു വൃത്തിയില്ലാത്ത ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സോൾഡറിങ് അയൺ നമ്മളിത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നമ്മൾ നല്ല ടൈം എടുത്ത് മാത്രം എൻജോയ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നല്ല ഹീറ്റുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈ പൊള്ളാനും അതുപോലെ തന്നെ എന്തെങ്കിലും അബദ്ധങ്ങൾ, വിട്ടുവീഴ്ചകൾ നമ്മൾ എടുത്തുനിന്ന് സംഭവിക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം, സോൾഡറിങ് അയൺ നമ്മൾ ആദ്യം തന്നെ ഓൺ ചെയ്ത് വെച്ച് ഫുൾ ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് എടുക്കല്ല ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നല്ല രീതിക്ക് ഹീറ്റായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഓൺ ചെയ്ത് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹീറ്റായിട്ട് നമ്മുടെ സോൾഡറിങ് അയൺ കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ
ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 6 ഫ്ലവേഴ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 6 ഫ്ലവേഴ്സ് മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ഈ ഒരു ഫ്രോക്കിലേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ചെയ്തെടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്കത്ര കംഫർട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല രീതിയിലും ഇതിൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഫ്രോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് കസ്റ്റമർ റെഫറൻസ് തരാതെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ റെഫറൻസ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളതാണ്. ബട്ട് ഡിസൈൻ നമ്മളെടുത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ആൾക്ക് ഇഷ്ടപ്പെടുകയും വേണം, നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കസ്റ്റമർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഏതായാലും ആൾക്കും ഓക്കെയാണ്, പക്ഷെ ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്ലവറുകളൊക്കെ പല രീതിയിലും വെച്ച് നോക്കി കേട്ടോ. അതായത് യോക്ക് പോർഷനിൽ കൊടുക്കാതെ സ്കേർട്ട് പോർഷനിലൊക്കെ ജസ്റ്റ് സ്പ്രെഡിങ് പോലെ ഇങ്ങനെ ചെയ്തൊക്കെ നോക്കി. ബട്ട് ഒന്നും അങ്ങോട്ട് ഉഷാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു, ഈ ഫ്ലവറിനെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ലേസ് എടുത്തിട്ട് അതിൽ ഫ്ലവറുകൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവറാണ് കേട്ടോ, വൈറ്റ് ലേസ്. ഇത് നമ്മൾ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലേസാണ് ഞാൻ ലാസ്റ്റ് യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒറ്റ ലൈനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആൾക്ക് വിട്ടു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു അടിപൊളിയാണ്, ഇതൊക്കെ ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇതാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും നമ്മൾ നേരെ ഒട്ടിച്ചു കൊടുക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, പഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബീഡ്സ്, വൈറ്റ് ബീഡ്സ് പഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് നമ്മളിത് ബീഡ്സ് പഞ്ച് ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു പോർഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഉഷാറായിട്ട് പഞ്ച് ചെയ്തെടുക്കുക വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.